എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാനിറ്ററി കെമിസ്ട്രിന്റെ 8th മൊഡ്യൂളിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഇപ്പോൾ മൈക്രോസ്കോപ്പി 2 ടൈപ്സ് ഉണ്ട്, ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ടൈപ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ബൈ യൂസിങ് ആൻ ഇലക്ട്രോൺ ബീം ഇൻസ്റ്റെഡ് ഓഫ് വിസിബിൾ ലൈറ്റ്. അതായത് നമ്മളെ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒരു ലൈറ്റ് സോഴ്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സ്പെസിമെനെ ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഒരു ലൈറ്റ് സോഴ്സ് ആയിരുന്നു. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രോൺ ബീം ആണ് ലൈറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ വെച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് പകരം അവിടെ ഒരു ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ബൈ യൂസിങ് ആൻ ഇലക്ട്രോൺ ബീം ഇൻസ്റ്റെഡ് ഓഫ് വിസിബിൾ ലൈറ്റ് ആൻഡ് ആൻ ഇലക്ട്രോൺ detector instead of our eyes. The magnification is obtained by electromagnetic field. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡെഫിനിഷൻ. അതായത് ലൈറ്റ് സോഴ്സിന് പകരം സ്പെസിമെനെ നമ്മൾ ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ ബീം ആണ്. ഓക്കെ, ദെൻ ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഇമേജ് വിഷ്വലൈസ് ചെയ്യുന്നത്. Okay, then electron beam has the properties of a wave with a wavelength that is much smaller than visible light. അപ്പൊ എന്താണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറവാണ് എന്തിന്? ഇലക്ട്രോൺ ബീമിന്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു, അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷനെയും റെസൊല്യൂഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്താണ്? റിസോൾവിംഗ് പവർ കൂടും, അത്രയും ക്ലാരിറ്റി ഉള്ള ഇമേജ് നമുക്ക് ലഭിക്കും. അപ്പൊ ഒരു ലൈറ്റ് സോഴ്സിനേക്കാൾ വേവ് ലെങ്ത് കുറവാണ് എന്തിന്? ഇലക്ട്രോൺ ബീമിന്. അതുകൊണ്ട് തന്നെ റിസോൾവിംഗ് പവർ എന്താണ്? ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ ഗ്രേറ്റർ ആണ്. The smaller is the wavelength of light, the greater is the resolving power. Then electron beam has wavelength is much smaller than the visible light. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. Then electron microscope examine objects on a very fine scale and this examination can yield information about the. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുക? ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പോഗ്രഫി, മോർഫോളജി, കോമ്പോസിഷൻ, ദെൻ ക്രിസ്റ്റലോഗ്രഫിക് ഇൻഫർമേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നു. Then electron microscope is best used for studying biological ultrastructures and the image obtained is called electron micrograph. അപ്പോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഇമേജിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്. ലൈറ്റ് സോഴ്സിന് പകരം ഒരു ഇലക്ട്രോൺ ബീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ലൈറ്റ് വേവിനേക്കാൾ വേവ് ലെങ്ത് കുറവാണ് എന്തിന്? ഇലക്ട്രോൺ ബീമിന്. അതുകൊണ്ട് തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ ഗ്രേറ്റർ റിസോൾവിംഗ് പവർ എന്തിനുണ്ട്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുണ്ട്. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബയോളജിക്കൽ അൾട്രാ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഒരു ഒബ്ജക്റ്റിന്റെ ക്രിസ്റ്റലോഗ്രഫി, ടോപ്പോഗ്രഫി, മോർഫോളജി, അതിന്റെ കോമ്പോസിഷൻ എല്ലാം തന്നെ നമുക്ക് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജിനെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ബേസിക് ആയിട്ടുള്ള, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ക്രിയേറ്റ് ചെയ്തത് ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. ഈ ഏണസ്റ്റ് റസ്ക എന്നുള്ള പേര് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോ മെയിൻ ആയിട്ട് ആളുടെ പേരിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അറിയപ്പെടുന്നത്. ദെൻ ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ എന്ന് പറഞ്ഞ ഈ രണ്ട് ഫിസിസ്റ്റ് ഇവരാണ് ആദ്യമായിട്ട് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ 1931 കണ്ടെത്തിയത്. Then the first commercial electron microscope was produced in 1938 by Siemens. Siemens, അതായത് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സീമെൻസ് എന്നവരാണ്. Then Albert Prebys and Siemens produced a transmission electron microscope in 1931. അപ്പോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു ടൈപ്പാണ് ടെം അഥവാ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് പ്രിബസ് ആൻഡ് സീമെൻസ്. ദെൻ ഇത്ര ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ ഈ രണ്ട് പേര് ഓർത്തു വെക്കുക. ആദ്യമായിട്ട് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കവർ ചെയ്തത് ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ എന്നീ രണ്ട് ഫിസിസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുണ്ട്. നമുക്കറിയാം ഒരു മൈക്രോസ്കോപ്പിന്റെ അത് ഏറ്റവും നല്ല ബെസ്റ്റ് മൈക്രോസ്കോപ്പ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? അതിന് നല്ല മാഗ്നിഫിക്കേഷൻ വേണം, പ്ലസ് അതിന്റെ കൂടെ നല്ല റിസോൾവിംഗ് പവർ വേണം. അപ്പൊ ഇത് രണ്ടും എന്തിനുണ്ട്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുണ്ട്. അപ്പോ റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് 200 times greater than that of a ലൈറ്റ് മൈക്രോസ്കോപ്പ്. നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ 200 times ഗ്രേറ്റർ ആണ് എന്തിന്റെ റിസോൾവിംഗ് പവർ? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ. അതിന്റെ മാഗ്നിഫിക്കേഷനോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 4 lakh x അതായത് 4 lakh times നമുക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ തരും ഒരു സ്പെസിമെന്റെ. എന്നാൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് നമുക്ക് എത്ര തരുള്ളൂ? 2000 x മാഗ്നിഫിക്കേഷൻ ആകുമ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് 4 lakh x മാഗ്നിഫിക്കേഷൻ നമുക്ക് തരുന്നു. അപ്പൊ റെസല്യൂഷൻ എത്രയാണ്? 200 times greater than ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് മാഗ്നിഫിക്കേഷൻ 4 lakh times. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങളാണ് അതിന്റെ മാഗ്നിഫിക്കേഷനും റെസല്യൂഷനും പറയാനുള്ളത്. ഇനി ഏതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ ടെം. ദെൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് SEM. ദെൻ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് STEM. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ ടെം. ദെൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് SEM എന്നറിയപ്പെടും. ദെൻ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ STEM. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് അഥവാ ടെം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ആരാണ്? ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. ഓക്കെ, ദെൻ അതിന്റെ എന്താണ്? ഇലക്ട്രോൺ ബീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ റിസോൾവിംഗ് പവർ, അത് ലൈറ്റും അതിന് എത്ര റിസോൾവിംഗ് പവർ ഉണ്ട്? 200 times greater than that of a light microscope. then അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 4 lakh x മാഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് ഒരു എക്സാമിന് കഴിഞ്ഞ JST എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എത്ര ടൈംസ് ആണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ? 4 lakh times. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്തെല്ലാം പാർട്സ് ഉണ്ട് എന്ന് നോക്കാം. ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ദെൻ സാമ്പിൾ ഹോൾഡർ, ഇമേജിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ സോഴ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക? ഇലക്ട്രോൺ സോഴ്സ് കൺസിസ്റ്റ് ഓഫ് എ കാഥോഡ് ആൻഡ് ആനോഡ്. ഇലക്ട്രോൺ സോഴ്സ്, അതായത് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് വേണം. അപ്പൊ ആ സോഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കാഥോഡ് ഉണ്ടാകും, ഒരു ആനോഡ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഈ കാഥോഡ് ഏതാണ്?
കാഥോഡാണ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് കാഥോഡ്. ഓർത്ത് വെക്കുക, എന്താണ് ഒരു ടെമ്മില്, ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലെ കാഥോഡ് എന്ന് പറയുന്നത് ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺസിനെ ആക്സലറേറ്റ് ചെയ്യുക എന്നതാണ് എന്തിന്റെ ഫംഗ്ഷൻ? ആനോഡിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പെസിമെനിലേക്ക് ഈ കാഥോഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ഫിലമെന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ നമ്മുടെ സ്പെസിമെനിലേക്ക് ആക്സലറേറ്റ് ചെയ്യുക എന്നതാണ് ആനോഡിന്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ദെൻ പിന്നെ എന്തൊക്കെയുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റം. നമ്മുടെ ഈ ഇലക്ട്രോൺ ബീംസ് ഉണ്ടല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. ഇതിനൊരു മെറ്റൽ അപ്പേർച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഇലക്ട്രോൺ ബീമിനെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസും ഒരു മെറ്റൽ അപ്പേർച്ചറും യൂസ് ചെയ്തിട്ട് അതിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യിക്കും. ഓക്കെ, ദെൻ എന്താണ്? ഒരു സാമ്പിൾ ഹോൾഡർ ഉണ്ടായിരിക്കും. ദെൻ ഇമേജിംഗ് സിസ്റ്റം. ഈ ഇമേജിംഗ് സിസ്റ്റത്തിൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റം ആണ്. അതിൽ ടു ടൈപ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, പ്രൊജക്ടർ ലെൻസും ഉണ്ട്. ദെൻ വേറെ എന്തുണ്ട്? ഫോസ്ഫോറസെന്റ് സ്ക്രീൻ ഉണ്ട്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റവും ഫോസ്ഫോറസെന്റ് സ്ക്രീനും കൂടിയിട്ടാണ് ഇമേജിംഗ് സിസ്റ്റം വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, പ്രൊജക്ടർ ലെൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ സ്ട്രക്ചറൽ പാർട്സ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ സ്ട്രക്ചറൽ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്താണ്? ഈ അതായത് ഇലക്ട്രോൺ സോഴ്സിലെ കാഥോഡ് ആയിട്ടാണ് ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ആക്ട് ചെയ്യുന്നത്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസും ഒരു മെറ്റൽ അപ്പേർച്ചറും വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്പെസിമെനിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ. നമ്മൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ഒരു ഫോട്ടോയാണിത്. നോക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഹൈ വോൾട്ടേജ്, ഇതിന് നല്ല വോൾട്ടേജ് സിസ്റ്റം വേണം. ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്. ദെൻ ഫസ്റ്റ് കണ്ടൻസർ ലെൻസ്, കണ്ടൻസർ അപ്പേർച്ചർ ഉണ്ടായിരിക്കും. സെക്കൻഡ് കണ്ടൻസർ ലെൻസ് ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ കണ്ടൻസർ ലെൻസ് ഉണ്ടായിരിക്കും. ഈ കണ്ടൻസർ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഇപ്പോൾ അവിടെ ലൈറ്റ് സോഴ്സ് ആയിരുന്നു. ആ ലൈറ്റ് സോഴ്സിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ബീംസിനെ നമ്മുടെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്പെസിമെൻ ഹോൾഡർ ഉണ്ടായിരിക്കും. ദെൻ എയർലോക്ക് ഒബ്ജക്റ്റീവ് ലെൻസസ് ആൻഡ് അപ്പേർച്ചർ, ഇലക്ട്രോൺ ബീം, ഫ്ലൂറസെന്റ് സ്ക്രീൻ ആൻഡ് ക്യാമറ. ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ ഈ സ്പെസിമെൻ ഉണ്ടല്ലോ, ഈ സ്പെസിമെൻ ഈസ് ബംബാർഡഡ് ബൈ എ ബീം ഓഫ് ഇലക്ട്രോൺസ്. നമ്മുടെ ഈ ബംബാർഡ് ചെയ്യുന്ന അതായത് നമ്മുടെ ഇലക്ട്രോൺ സോഴ്സിൽ നിന്നും വരുന്ന ഇലക്ട്രോൺ സോഴ്സ് എന്താണ്? നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ടങ്സ്റ്റൺ ഫിലമെന്റ് ഹീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരം ഇലക്ട്രോൺസിനെയാണ് പ്രൈമറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദ ബംബാർഡിംഗ് ഇലക്ട്രോൺസ് ആർ ഫോക്കസ്ഡ് ഓൺ ടു ദ ഒബ്ജക്റ്റ്. Then, in areas in the object where these electrons encounters atom with a heavy atomic nucleus, they rebound. അതായത് നമ്മുടെ സ്പെസിമെനില് ഡെൻസിറ്റി കൂടിയ പാർട്സും ഉണ്ടായിരിക്കും, ഡെൻസിറ്റി കുറഞ്ഞ ഭാഗവും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ വെക്കുന്ന സ്പെസിമെൻ വളരെ അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അവിടെ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് അതിന്റെ സാമ്പിൾ തയ്യാറാക്കേണ്ടതെന്ന്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ സ്പെസിമെൻ എന്തായിരിക്കണം? അൾട്രാ തിൻ സ്പെസിമെൻ ആയിരിക്കണം. എന്നിരുന്നാലും ആ അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെനിൽ അതായത് അതിൽ ഡെൻസിറ്റി കൂടിയ പാർട്സും, ഇപ്പൊ നമ്മൾ ബാക്ടീരിയനൊക്കെ വിസിബിൾ ചെയ്യും, അതിലെ ന്യൂക്ലിയസ് ഡെൻസിറ്റി കൂടിയ പാർട്സ് ആയിട്ടും, അതായത് അതിന്റെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സ് എന്താണ്? അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞ പാർട്സ് ആയിട്ടാണ് കാണപ്പെടുക. അപ്പൊ എന്താണ്? നമ്മൾ വെക്കുന്ന സ്പെസിമെനിൽ
ഹെവി അറ്റോമിക് ന്യൂക്ലിയസ് ഉള്ള ഭാഗം അഥവാ ഡെൻസിറ്റി കൂടിയ ഭാഗത്ത് ഇലക്ട്രോൺസ് ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്താകും, അത് റീബൗണ്ട് ചെയ്യും. ഓക്കെ, അത് തിരിച്ച് റീബൗണ്ട് ചെയ്യും. ഓക്കെ, ഇൻ റീജിയൻസ് വേർ ദ മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് ലൈറ്റർ ആറ്റംസ് ദ ഇലക്ട്രോൺസ് ആർ ആബിൾ ടു പാസ് ത്രൂ. അപ്പൊ എന്താണ്, നമ്മുടെ മെറ്റീരിയലില് ലൈറ്റർ ആറ്റംസ് ഉള്ള, അതായത് ഡെൻസിറ്റി കുറഞ്ഞ പാർട്സിൽ എന്താകും, ഈ ഇലക്ട്രോൺസ് അതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അതായത് ഹെവി ന്യൂക്ലിയസ് ഉള്ള പാർട്സ് അഥവാ ഡെൻസിറ്റി കൂടിയ പാർട്സിൽ നമ്മുടെ ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസ് റീബൗണ്ട് ചെയ്യും. എന്നാൽ നമ്മുടെ ലൈറ്റർ പാർട്സിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇലക്ട്രോൺസ് അതിലൂടെ പാസ് ചെയ്യും, റീബൗണ്ട് ചെയ്യാതെ ആ സ്പെസിമെനിലൂടെ പാസ് ചെയ്തു പോകുന്നു. അപ്പോ ഇതിനനുസരിച്ചാണ് നമ്മുടെ ഈ പാറ്റേൺ അനുസരിച്ച്, അപ്പോ ചിലടത്ത് റീബൗണ്ട് ചെയ്യും, ചിലയിടത്ത് അത് കടന്നു പോകും. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഈ നേച്ചർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുക. അതായത് ഈ റീബൗണ്ട് ചെയ്യുന്ന ഇതിന് നമുക്ക് ഇമേജിൽ ഡാർക്ക് ആയിട്ടും, എന്നാൽ ഇലക്ട്രോൺസ് പാസ് ചെയ്തു പോകുന്ന ഭാഗങ്ങളെ നമുക്ക് എന്തായിട്ട് കിട്ടും, ലൈറ്റർ പാർട്സ് ആയിട്ടും കിട്ടും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ ഈ ഇതുണ്ടാവും. നമ്മുടെ ഈ ടെമ്മിലെ ഇമേജസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലായിരിക്കും. അല്ലെ ബ്ലാക്ക് കളറിൽ കിട്ടുക എന്താണ്, ഹെവി അറ്റോമിക് ന്യൂക്ലിയസ് ഉള്ള ഭാഗങ്ങൾ. ദെൻ ലൈറ്റർ ന്യൂക്ലിയസ് ഉള്ള ഭാഗങ്ങൾ എന്താണ്, നമുക്ക് ലൈറ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദെൻ ഗ്രേറ്റ്ലി എൻലാർജ്ഡ് ബൈ പ്രൊജക്ടർ ലെൻസ്. നമുക്ക് കിട്ടുന്ന ഈ ഇമേജിന് എന്താണ്, പ്രൊജക്ടർ ലെൻസ് വെച്ചിട്ട് അതിനെ എൻലാർജ് ചെയ്യും. എവൻച്വലി ദ ട്രാൻസ്വേഴ്സിംഗ് ഇലക്ട്രോൺ അഥവാ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺസ് റീച്ച് ദ സിൻഡിലേറ്റർ പ്ലേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ കോളം ഓഫ് ദ മൈക്രോസ്കോപ്പ്. ഒരു സിൻഡിലേറ്റർ പ്ലേറ്റ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺസ് ആ സിൻഡിലേറ്റർ പ്ലേറ്റിൽ പോയിട്ട് നമുക്ക് ആ സിൻഡിലേറ്റർ പ്ലേറ്റിൽ എത്തും. ദ സിൻഡിലേറ്റർ പ്ലേറ്റ്സ് കണ്ടെയ്ൻ ഫോസ്ഫർ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ അബ്സോർബ് ദ എനർജി ഓഫ് ദ സ്റ്റിക്കിംഗ് ഇലക്ട്രോൺസ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ലൈറ്റ് ഫ്ലാഷസ്. അപ്പൊ ഈ ഇലക്ട്രോൺ എനർജിയെ നമുക്ക് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആക്കി മാറ്റുന്നത്, നമുക്ക് കാണാൻ കഴിയുന്ന ലൈറ്റ് ഫ്ലാഷസ് ആക്കി മാറ്റും. എന്തിലെ, ഈ സിൻഡിലേറ്റർ പ്ലേറ്റിലുള്ള എന്ത്, ഫോസ്ഫർ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഇലക്ട്രോൺസ് നമ്മുടെ സ്പെസിമെനിൽ തട്ടി ചിലത് പാസ് ചെയ്യും, ചിലത് റീബൗണ്ട് ചെയ്യും. ദെൻ ഇത് കൂടി കളക്ട് ചെയ്യുക എവിടെയാണ്, നമ്മുടെ സിൻഡിലേറ്റർ പ്ലേറ്റിൽ കളക്ട് ചെയ്യും. ദെൻ എന്താണ്, ആ സിൻഡിലേറ്റർ പ്ലേറ്റിൽ എന്തുണ്ട്, ഒരു ഫോസ്ഫർ കോമ്പൗണ്ട് അഥവാ ഫോസ്ഫോറസിന്റെ സ്ക്രീൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇതെന്താണ്, ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇത് എന്താക്കി മാറ്റും, കൺവേർട്സ് ഇറ്റ് ടു ലൈറ്റ് ഫ്ലാഷസ് ആക്കി മാറ്റും. ഓക്കെ, ദസ് എ കോൺട്രാസ്റ്റഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദിസ് പ്ലേറ്റ്. അങ്ങനെ നമുക്ക് ആ പ്ലേറ്റിൽ എന്ത് കിട്ടും, ഒരു കോൺട്രാസ്റ്റഡ് ഇമേജസ് കിട്ടും. അതായത് നമ്മുടെ ഡെൻസിറ്റി കൂടിയ പാർട്സ് ഡാർക്ക് ആയിട്ട്, ഡെൻസിറ്റി കുറഞ്ഞ പാർട്സ് ലൈറ്റ്, അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് എന്തിൽ കിട്ടും, നമ്മുടെ ഈ സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ലൈറ്റ് സോഴ്സിൽ നിന്നും ഇലക്ട്രോൺസ് വരും. ഈ ഇലക്ട്രോൺസ് നമ്മുടെ സ്പെസിമെനിൽ ഹെവി ന്യൂക്ലിയസ് ഉള്ള ഭാഗങ്ങളിൽ തട്ടുമ്പോൾ ഇലക്ട്രോൺസ് റീബൗണ്ട് ചെയ്യും. ദെൻ ലൈറ്റർ പാർട്സിൽ തട്ടുമ്പോൾ ഈ ഇലക്ട്രോൺസ് പാസ് ചെയ്തു പോകും. അങ്ങനെ ഈ ഡിഫറൻസ് ഇൻ പാറ്റേൺസ്, ഇങ്ങനെ ഇലക്ട്രോൺസ് കാണിക്കുന്ന ഈ ഡിഫറെന്റ് ബിഹേവിയർ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇമേജ് കിട്ടുക. അപ്പൊ സിൻഡിലേറ്റർ പ്ലേറ്റിൽ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്താണ്, ഈ ഇലക്ട്രോൺസിന്റെ ഈ സ്ട്രൈക്കിംഗ് ഓഫ് ഇലക്ട്രോൺസിനെ അഥവാ ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റും, ലൈറ്റ് ഫ്ലാഷസ് ആക്കി മാറ്റും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, കോൺട്രാസ്റ്റഡ് ഇമേജസ് ഈ പ്ലേറ്റിൽ ഫോം ചെയ്യും. ഓക്കെ, ഇതിന്റെ സാമ്പിൾ പ്രിപ്പറേഷൻ. വളരെ ടഫ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ. ഓക്കെ, ദ മെറ്റീരിയൽ ടു ബി സ്റ്റഡീഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മളിപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സിൽ ഏത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കസ് ചെയ്തു, അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് നോക്കാം, അതിന്റെ സാമ്പിൾ പ്രിപ്പറേഷൻസ് നോക്കാം. എങ്ങനെയാണ് ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്? The material to be studied under electron microscope must be well preserved ആയിരിക്കണം. നമ്മുടെ എന്താണ് ഈ മെറ്റീരിയൽ എന്തായിരിക്കണം, വെൽ പ്രിസർവ്ഡ് ആയിരിക്കണം, ഫിക്സ് ചെയ്തിരിക്കണം, കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കണം. പിന്നെന്താണ്, അൾട്രാ തിൻ ആയിരിക്കണം, ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഹെവി മെറ്റൽസ്, നമ്മുടെ ഹെവി മെറ്റലുമായിട്ട് അതിനെ കോട്ട് ചെയ്തിരിക്കണം.
ഓക്കെ, അൾട്രാ തിൻ ആയിരിക്കണം, ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കണം, പ്രിസർവ്ഡ് ആയിരിക്കണം, ഫിക്സ്ഡ് ആയിരിക്കണം, ഹെവി മെറ്റലുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനെ കോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദ മെറ്റീരിയൽ ഈസ് പ്രിസർവ്ഡ് ബൈ ഫിക്സേഷൻ വിത്ത് ഗ്ലൂട്ടറാൽഡിഹൈഡ് ആൻഡ് ദെൻ ഓസ്മിയം ടെട്രോക്സൈഡ്. അപ്പം മെറ്റീരിയൽ പ്രിസർവ്ഡ് ആയിരിക്കണം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുക? ഗ്ലൂട്ടറാൽഡിഹൈഡും ഓസ്മിയം ടെട്രോക്സൈഡും യൂസ് ചെയ്തിട്ടാണ് അതിനെ എന്താണ്, അതായത് ഓസ്മിയം ടെട്രോക്സൈഡും ഗ്ലൂട്ടറാൽഡിഹൈഡും ഉപയോഗിച്ച് അതിനെ ഫിക്സ് ചെയ്തിട്ടാണ് അതിനെ മെറ്റീരിയലിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ദ ഫിക്സഡ് മെറ്റീരിയൽ ഈസ് ഡീഹൈഡ്രേറ്റഡ്, ദെൻ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും, ദെൻ എംബഡഡ് ഇൻ എ പ്ലാസ്റ്റിക് അഥവാ എപ്പോക്സി റെസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ആ മെറ്റീരിയൽ ഡീഹൈഡ്രേറ്റ് ചെയ്യണം, ദെൻ എന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്ലാസ്റ്റിക് അഥവാ എപ്പോക്സി റെസിൻസ് യൂസ് ചെയ്തിട്ട് അതിനെ എംബഡഡ് ചെയ്തിരിക്കണം. Then the sectioned with the help of diamond or glass razor of ultra microtom. Then അതിന്റെ സെക്ഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? എന്ത് യൂസ് ചെയ്തിട്ട് എടുക്കേണ്ടത്? ഡയമണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് റേസർ ഓഫ് അൾട്രാ മൈക്രോട്ടോം. ഓക്കെ, the sections are ultra thin, about 50 to 100 നാനോമീറ്റർ തിക്ക്. അപ്പൊ വളരെ നേർത്ത അൾട്രാ തിൻ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അത് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? അല്ലെങ്കിൽ ഡയമണ്ട് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് റേസർ യൂസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, 50 to 100 നാനോമീറ്റർ തിക്നെസ്, അത്ര വരെ പാടുള്ളൂ. Okay, then these sections are placed on a copper grid and exposed to electron dense materials like lead acetates, uranyl acetate, palladium vapors, then phosphotungstate, etc. Now this section can be viewed in the term. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്ഷൻസ് ഒക്കെ നമ്മൾ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യണമെന്ന്. അപ്പൊ കോപ്പർ ഗ്രിഡ് ആണ്, then exposure to electron dense മെറ്റീരിയൽ ആയിട്ടുള്ള ലെഡ് അസറ്റേറ്റ് അല്ലെങ്കിൽ യുറനൈൽ അസറ്റേറ്റ് അല്ലെങ്കിൽ പലേഡിയം വേപ്പേഴ്സ്, ഫോസ്ഫോ ടങ്സ്റ്റേറ്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ അതിനെ കോട്ട് ചെയ്യണം. Now the sections can be viewed in the term. The coating with electron dense material enable the specimen to withstand electric bombardment. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യുന്നത്? നമ്മൾ സ്പെസിമെന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഇലക്ട്രിക് ബംബാർഡ്മെന്റ് നടക്കുമ്പോൾ അതുമായിട്ട് സ്പെസിമെൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൻസ് മെറ്റീരിയലുമായിട്ട് ഇത് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സാമ്പിൾ പ്രിപ്പറേഷനിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സാമ്പിൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അൾട്രാ തിൻ ആയിരിക്കണം, ദെൻ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഈ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യുന്നത്? ഈ കോട്ടിംഗ് വിത്ത് ഇലക്ട്രോൺ ഡെൻസ് മെറ്റീരിയൽ എനാബിൾസ് ദ സ്പെസിമെൻ ടു വിത്ത്സ്റ്റാൻഡ് ഇലക്ട്രിക് ബംബാർഡ്മെന്റ്. ഇലക്ട്രിക് ബംബാർഡ്മെന്റുമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ടു സ്റ്റഡി സ്ട്രക്ചേഴ്സ് ഓഫ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് വൈറസസ്. എന്തൊക്കെയാണ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് വൈറസസ്? ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ ഇതിന്റെ സ്ട്രക്ചേഴ്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ടു സ്റ്റഡി ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് മൈക്രോബിയൽ സെൽ ഓർഗനൽസ്. മൈക്രോബിയൽ സെൽ ഓർഗനൽസിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ സൈസ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു സ്റ്റഡി ബാക്ടീരിയൽ ഫ്ലജെല്ല ആൻഡ് പ്ലാസ്മിഡ്. ബാക്ടീരിയൽ ഫ്ലജെല്ല, പ്ലാസ്മിഡ്സ്. ദെൻ ഡിഫറൻഷിയേറ്റ് പ്ലാന്റ് സെൽസ് ആൻഡ് അനിമൽ സെൽസ്. പ്ലാന്റ് സെല്ലിനെയും ഒരു അനിമൽ സെല്ലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു സ്റ്റഡി അബൌട്ട് നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്തുണ്ട്? ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ മാഗ്നിഫിക്കേഷൻ പവർ 200 ടൈംസ് റിസോൾവിംഗ് പവർ ഉണ്ട്. അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 4 lakh x ആണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ടെം, സെക്കൻഡ് വൺ സെം, ദെൻ സ്റ്റെം. നമ്മളിപ്പോ പഠിക്കുന്നത് ടെമ്മിനെ കുറിച്ചാണ്. ടെമ്മിന്റെ എന്ത് പറഞ്ഞു? എന്താണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ ടെം എന്താണെന്ന് പറഞ്ഞു. അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അതിന്റെ സ്ട്രക്ചറൽ പാർട്സ് പറഞ്ഞു. അതിന്റെ സ്ട്രക്ചറൽ പാർട്സ് നമ്മൾ കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഓക്കെ, എന്താണ്? അതിൽ നിന്നും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ കണ്ടൻസർ ലെൻസ് വെച്ച് സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതിന് എങ്ങനെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്? സിൻഡിലേറ്ററിലെ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഈ ഇലക്ട്രോൺ സ്ട്രൈക്കിങ്ങിനെ എന്താക്കി മാറ്റും? ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആക്കി മാറ്റും. ദെൻ നമ്മുടെ
എന്താണ് ഈ സ്പെസിമെനിൽ എന്തുണ്ടാകും? ഹെവി പാർട്സ് ഉണ്ടാകും, ലൈറ്റർ പാർട്സ് ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ സ്ട്രൈക്കിംഗ് വരും. അതനുസരിച്ച് ഒരു ഇലക്ട്രോൺ പാറ്റേൺ നമുക്ക് ലഭിക്കും. അതിനെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. പിന്നെ അതിന്റെ സാമ്പിൾ പ്രിപ്പറേഷൻ പറഞ്ഞു. സാമ്പിൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അൾട്രാ തിൻ ആയിരിക്കണം, ഹെവി മെറ്റലുമായിട്ട് കോഡ് ചെയ്തിരിക്കണം. then അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയമണ്ട് ഓർ ഗ്ലാസ് റൈസർ ഉപയോഗിച്ചാണ് അതിനെ അൾട്രാ തിൻ ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ എടുക്കുന്നത്. then അതിനെ പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ഏതൊക്കെ അതിനെ മെറ്റൽ, ഏതൊക്കെ ഹെവി മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെൻസ് മെറ്റലുമായിട്ട് കോട്ട് ചെയ്യുന്നത്? ദ മെറ്റീരിയൽ എനാബിൾസ് ദ സ്പെസിമെൻ ടു വിത്ത്സ്റ്റാൻഡ് ഇലക്ട്രിക് ബംബാർഡ്മെന്റ്. ഇലക്ട്രിക് ബംബാർഡ്മെന്റ് ഉണ്ടാവും, നമ്മൾ സ്പെസിമെന് ഒരു കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹെവി മെറ്റലുമായിട്ട് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, then അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? ബാക്ടീരിയ, ഫംഗൈ ആൻഡ് വൈറസസ്, ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മുടെ പ്ലാന്റ് സെല്ലിനെയും അനിമൽ സെല്ലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാനോ പാർട്ടിക്കിൾ സ്റ്റഡി. ഇത് എന്താണ്? സെൽ ഓർഗനൽസിനെ കുറിച്ചുള്ള സ്റ്റഡി. ദെൻ ബാക്ടീരിയൽ ഫ്ലജെല്ല ആൻഡ് പ്ലാസ്മിഡ്സ്. ഓക്കെ, then ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? TEMS ഓഫർ വെരി പവർഫുൾ മാഗ്നിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തുണ്ട്? വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും ഉണ്ട്. then TEM പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ എലമെന്റ് ആൻഡ് കോമ്പൗണ്ട് സ്ട്രക്ചർ. ഒരു എലമെന്റിനെ കുറിച്ചും അതിന്റെ കോമ്പൗണ്ട് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ TEMSന് തരാൻ കഴിയും. then images ആർ ഹൈ ക്വാളിറ്റി ആൻഡ് ഡീറ്റെയിൽഡ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇമേജസ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് ഈ ഡിസഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ്? TEMS ആർ ലാർജ് ആൻഡ് എക്സ്പെൻസീവ്. വളരെ ലാർജ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ലബോറിയസ് സാമ്പിൾ പ്രിപ്പറേഷൻ. നമുക്ക് സാമ്പിൾ എന്താവണം? സാമ്പിൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് TEMൽ അത് വെച്ച് കാണാൻ കഴിയുള്ളൂ. then ഓപ്പറേഷൻ ആൻഡ് അനാലിസിസ് റിക്വയർ സ്പെഷ്യൽ ട്രെയിനിങ്. സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ഓപ്പറേഷനും അനാലിസിസ് ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ. സാമ്പിൾസ് ആർ ലിമിറ്റഡ് ടു ദോസ് ദാറ്റ് ആർ ഇലക്ട്രോൺ ട്രാൻസ്പാരന്റ്. ഇലക്ട്രോൺ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സാമ്പിൾസ് മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. TEMS റിക്വയർ സ്പെഷ്യൽ ഹൗസിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, then ഇമേജസ് ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഇമേജസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ലൈവ് സ്പെസിമെൻ കാനോട്ട് ബി ഒബ്സർവ്ഡ്. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. കാരണം നമ്മുടെ സ്പെസിമെൻ, ലൈവ് ആയിട്ടുള്ള സ്പെസിമെൻ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. സ്പെസിമെൻ ലൈവായിട്ട് കാണാൻ, ലൈവായിട്ടുള്ള സ്പെസിമെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പെസിമെൻ ഷുഡ് ബി അൾട്രാ തിൻ. സ്പെസിമെൻ എന്തായിരിക്കണം? അൾട്രാ തിൻ ആയിരിക്കണം. ഓക്കെ, അപ്പോ നമ്മള് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ദെൻ അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്താണ്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ SEM. ഇതാണ് ആ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെന്തൊക്കെയുണ്ട്? അപ്പോ ഇതിനെന്തുണ്ട്? ഒരു ഇലക്ട്രോൺ, ഇതിന്റെ സ്ട്രക്ചറൽ പാർട്സ് എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ഗൺ ഉണ്ട്. മറ്റേത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ പോലെ തന്നെയാണ്, ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ ഗണ്ണിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു കാഥോഡും ഒരു ആനോഡും ഉണ്ടായിരിക്കും. കണ്ടൻസർ ലെൻസസ് ഉണ്ടായിരിക്കും. ഈ കണ്ടൻസർ ലെൻസസ് എന്തിനാണ്? കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ട്രാവലിംഗ് ഡൗൺ ദ കോളം. ഈ കോളത്തിലൂടെ പാസ് ചെയ്യുന്ന എന്താണ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത്? ദ കണ്ടൻസർ ലെൻസിന്റെ ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസസ് ദ ബീം ഇൻ ടു സ്പോട്ട് ഓൺ ദ സാമ്പിൾ. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസസ് ആണ് ഇവിടെ അതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ കോയിൽ ഹെൽപ്സ് ടു ഡിഫ്ലക്ട് ദ ഇലക്ട്രോൺ ബീംസ്. ദെൻ SED. SED എന്താണ്? സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ആണ് SED എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ SED എന്താണ്? സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ അട്രാക്ട്സ് ദ സെക്കൻഡറി ഇലക്ട്രോൺ. അപ്പൊ സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉണ്ട്. ദെൻ വീണ്ടും വേറെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. എന്തിനാണ്? അഡീഷണൽ സെൻസേഴ്സ് ഡിറ്റക്ട് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആൻഡ് എക്സ്റേസ്. അപ്പൊ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിനെയും എക്സ്റേസിനെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ദെൻ സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? കാഥോഡ് ഉണ്ട്, ആനോഡ്. നമ്മൾ മറ്റു പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും, കണ്ടൻസർ ലെൻസ് ഉണ്ടായിരിക്കും, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ടായിരിക്കും, ഡിഫ്ലക്ഷൻ കോയിൽസ്. ദെൻ ഡിറ്റക്ടേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതായത് സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ദെൻ എക്സ്റേസിന് വേണ്ടിയിട്ട് വേറെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ദെൻ ബാക്ക് സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
വേറെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്സ് ആണ് സ്ട്രക്ചറൽ പാർട്സ് ഓഫ് സെം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? ഓക്കെ, പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് സെം. Electron gun produces an electron beam when tungsten wire is heated by current. ഓക്കെ, മറ്റേ ടെമ്മിലെ പോലെ തന്നെയാണ്. നമ്മുടെ ടങ്സ്റ്റൺ വയർ ആണ് ഇവിടെ കാഥോഡ്. ടങ്സ്റ്റൺ വയർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. Then this beam is accelerated by anode. Anode എന്താണ്? ഇലക്ട്രോൺ ബീംസിനെ ആക്സിലറേറ്റ് ചെയ്യും. The beam travels through electromagnetic fields and a lens which focus the beam down towards the sample. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സിന്റെയും അതിന്റെ ലെൻസസിന്റെ ഇടയിൽ കൂടി പാസ് ചെയ്തിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ദ മെക്കാനിസം ഓഫ് ഡിഫ്ലക്ഷൻ കോയിൽ എനാബിൾസ് ടു ഗൈഡ് ദ ബീം സോ ദാറ്റ് ഇറ്റ് സ്കാൻ ദ സർഫസ് ഓഫ് ദ സാമ്പിൾ ഇൻ എ റെക്ടാങ്കുലാർ ഫ്രെയിം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ കോയിൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സെമ്മിൽ ഡിഫ്ലക്ഷൻ കോയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഡിഫ്ലക്ഷൻ കോയിൽസ് യൂസ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ ബീമിനെ നമ്മുടെ സാമ്പിളിന്റെ സർഫസിലേക്ക് ഒരു റെക്ടാങ്കുലാർ ഫ്രെയിമിൽ അതിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിഫ്ലക്ഷൻ കോയിൽസ് യൂസ് ചെയ്യുന്നത്. Then when the beam touches the surface of sample, it produces secondary electrons, back scattered electrons and X-rays. അതായത് ഇലക്ട്രോൺ ബീംസ് ഒരു സാമ്പിളിൽ വന്ന് പതിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺസ് അവിടെ വരും. അപ്പൊ ഏതൊക്കെയാണ്? സെക്കൻഡറി ഇലക്ട്രോൺസ് വരും, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വരും, ദെൻ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ the emitted secondary electron is collected by secondary electron detector. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഇലക്ട്രോൺസിനെ ആരാണ് കളക്ട് ചെയ്യുക? secondary electron detector, then convert it into signals that is sent to a screen which produces the final image. Okay, then ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എന്താകും? ഒരു സ്ക്രീനിലേക്ക് പറഞ്ഞേക്കും. then ആ സ്ക്രീൻ എന്താകും? നമുക്കൊരു ഫൈനൽ ഇമേജ് തരും. അപ്പൊ ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ സ്ക്രീനിലേക്ക് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. These signals are scanned in the manner of a television system to produce an image on a cathode ray tube. Okay, അപ്പൊ ഈ സിഗ്നൽസ് എന്താണ്? സ്കാനഡ് ഇൻ ദ മാനർ ഓഫ് എ ടെലിവിഷൻ സിസ്റ്റം. ഒരു ടെലിവിഷൻ സിസ്റ്റം പോലെയാണ് ഇതിനെ സ്കാൻ ചെയ്യുന്നത്. ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ് ഓൺ എ കാഥോഡ് റേ ട്യൂബ്. ഒരു കാഥോഡ് റേ ട്യൂബിലാണ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഇമേജ് ഈസ് റെക്കോർഡഡ് ബൈ ക്യാപ്ചറിങ് ഇറ്റ് ഫ്രം ദ കാഥോഡ് റേ ട്യൂബ്. എന്നിട്ട് ഈ കാഥോഡ് റേ ട്യൂബിൽ നിന്നും ഈ ഇമേജ് റെക്കോർഡ് ചെയ്യപ്പെടും. അഡീഷണൽ ഡിറ്റക്ടേഴ്സ് കളക്ട് ദ എക്സ്. പിന്നെ അഡീഷണൽ നമ്മൾ വേറെ ഡിറ്റക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ അഡീഷണൽ ഡിറ്റക്ടേഴ്സ് എന്താണ്? കളക്ട്സ് ദ എക്സ്റേസ്, then BSC എന്ന് പറഞ്ഞാൽ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആൻഡ് പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ഇമേജ്. ഓക്കെ, അപ്പൊ എക്സ്റേസ് കളക്ട് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്തിട്ട് അതനുസരിച്ചുള്ള വേറെ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, then a secondary electron detector attracts the secondary electron and depending on the number of electrons that reaches the detector registers different levels of brightness on a monitor. അപ്പൊ ഇലക്ട്രോൺസ് എത്രത്തോളം സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടറിലേക്ക് എത്തുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇമേജസിന്റെ ബ്രൈറ്റ്നെസ് ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. അതായത് അഥവാ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ കാഥോഡ് ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റൺ വയർ ആണ്. ഈ ടങ്സ്റ്റൺ വയർ ഹീറ്റ് ചെയ്യുമ്പോൾ, കറന്റ് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ നമ്മുടെ ആനോഡ് ഈ സ്പെസിമെന്റിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. then എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും അവിടെയുള്ള ലെൻസസ് ഒക്കെ എന്താണ്? നമ്മുടെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നു. ഓക്കെ, then അവിടെ എന്തുണ്ട്? ഒരു ഡിഫ്ലക്ഷൻ കോയിൽസ് ഉണ്ട്. ഈ ഡിഫ്ലക്ഷൻ കോയിൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സാമ്പിളിലെ സർഫസിനെ ഒരു റെക്ടാങ്കുലാർ ഫ്രെയിമിൽ അതിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലക്ഷൻ കോയിൽസ് യൂസ് ചെയ്യുന്നത്. then അവിടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ ഇലക്ട്രോൺ ബീംസ് സാമ്പിൾ ഹിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും.
ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, ദെൻ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നത് സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ് ആണ്. ദെൻ എക്സ്റേസിന് വേറെ ഡിറ്റക്ടേഴ്സ് ആണ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിന് വേറെ ഡിറ്റക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും ഡിഫറെന്റ് ഇമേജസ് നമുക്ക് തരും. ദെൻ ഈ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവ എന്ത് തരും? അതിലെത്തുന്ന ഇലക്ട്രോൺസ്, അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് റീച്ചസ് ദ ഡിറ്റക്ടർ, ഡിറ്റക്ടറിൽ എത്തുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ ഇമേജിലെ ലെവൽസ് ഓഫ് ബ്രൈറ്റ്നെസ് അത് മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ഇപ്പോ ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പെസിമെനില് ഈ ഇലക്ട്രോൺ ബീം വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്സ്, അവിടെ എന്തൊക്കെ ഇന്ററാക്ഷൻസ് എല്ലാം നടക്കുന്നതാണ്. നോക്കൂ, സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഓഗർ ഇലക്ട്രോൺസ്, ദെൻ എക്സ്റേസ്, ഫോട്ടോൺസ്. അപ്പൊ ഇതൊക്കെ ഒരു സാമ്പിളിൽ വന്ന് ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ സെം അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇമേജ് എന്താണ്? റെക്ടാങ്കുലാർ ഫ്രെയിമിലാണ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഇതിന്റെ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ദ സ്പെസിമെൻ ഈസ് ഫസ്റ്റ് ഫിക്സഡ് ഇൻ ലിക്വിഡ് പ്രൊപ്പൈൻ ദെൻ ഡീഹൈഡ്രേറ്റഡ് ഇൻ ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് പ്രൊപ്പൈനിലാണ് അതിനെ ഫിക്സ് ചെയ്യുക, ദെൻ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. ദ ഡ്രൈഡ് സ്പെസിമെൻ ഈസ് ദെൻ കോട്ടഡ് വിത്ത് എ തിൻ ഫിലിം ഓഫ് ഹെവി മെറ്റൽ. അപ്പൊ തിൻ ഫിലിം ആയിട്ടുള്ള ഹെവി മെറ്റലുമായിട്ട് നമ്മുടെ സ്പെസിമെനെ കോട്ട് ചെയ്യും. ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡ്. Okay, by evaporation in a vacuum provides a reflecting surface of electrons. Then, the surface of the specimen when scanned by the electron beam release secondary electrons that form a three-dimensional image of the specimen on a television screen. ഇവിടെ നമുക്ക് സെമ്മിൽ ഒരു 3D ഇമേജ് ആണ് ലഭിക്കട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്ക്രീനിൽ ഒരു TV ഇമേജ് ലഭിക്കും. ഹോൾസ് ആൻഡ് ഫിഷേഴ്സ് അപ്പിയേഴ്സ് ഡാർക്ക്. നമ്മുടെ സ്പെസിമെനിലുള്ള ഹോൾസും ഫിഷേഴ്സും ഒക്കെ എന്താണ്? ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്യും. ഇതിന് അതിലെ നോബ്സ് ആൻഡ് റിച്ചസ് ഒക്കെ എന്താണ്? അപ്പിയർ ലൈറ്റ്. കംപ്ലീറ്റ് സ്കാനിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം യൂഷ്വലി ടേക്സ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ഓൺലി എ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം നമ്മുടെ ഇമേജിനെ നമ്മുടെ സ്പെസിമെനെ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇമേജ് തരും. ഓക്കെ, then എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സെം. ഇറ്റ് ഗിവ്സ് ഡീറ്റെയിൽഡ് 3-dimensional ആൻഡ് ടോപ്പോഗ്രഫിക്കൽ ഇമേജിംഗ് ആൻഡ് എ versatile information generated from different detectors. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ സെമ്മിൽ എന്താണ്? 3-dimensional ഇമേജ് ആണ് നമുക്ക് ലഭിക്കുക. ദെൻ ടോപ്പോഗ്രഫിക്കൽ ഇമേജിംഗ്, നമുക്ക് 3-dimensional ഇമേജ് ലഭിക്കുന്നു. മോഡേൺ സെംസ് അലൗസ് ഫോർ ദ ജനറേഷൻ ഓഫ് ഡാറ്റ ഇൻ ഡിജിറ്റൽ ഫോം. നമുക്ക് ഡിജിറ്റൽ ഫോംസിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. മോസ്റ്റ് സെം സാമ്പിൾ റിക്വയർ മിനിമൽ പ്രിപ്പറേഷൻ ആക്ഷൻ. നമ്മുടെ ടെമ്മിലെ പോലെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ പോലെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാമ്പിൾ പ്രിപ്പറേഷൻ ആവശ്യമില്ല. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ സെമ്മിൽ എന്താണ്? റിക്വയർ മിനിമൽ പ്രിപ്പറേഷൻ ആക്ഷൻ മാത്രമേ നമുക്ക് സാമ്പിളിന് വേണ്ടി വരുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? തെമ്മിലെ പോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, നമുക്ക് ലാർജ് ആണ്. ഓക്കെ, ഇതിന് സ്പെഷ്യൽ ട്രെയിനിങ് റിക്വയർഡ് ആണ്. ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് റിക്വയർ ആണ്. ദെൻ സെംസ് ക്യാരി എ സ്മാൾ റിസ്ക് ഓഫ് റേഡിയേഷൻ എക്സ്പോഷർ അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോൺ ദാറ്റ് ഇസ് സ്കാറ്റർ ഫ്രം ദ ബിനീത്ത് ദ സാമ്പിൾ സർഫസ്. ഓക്കെ, ഇത് എക്സ്പ്ലോർ ചെയ്ത് അഡ്വാൻറ്റേജിൽ വരുന്നതാട്ടോ. ഇതെന്താണ്? സ്മാൾ റിസ്ക് ഓഫ് റേഡിയേഷൻ എക്സ്പോഷർ ആണ്. ഓക്കെ, നോക്കൂ, ഇത് നമ്മുടെ സെം യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെമ്മും സെമ്മൊക്കെ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കുക, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ സെം ആൻഡ് ടെം. ഓക്കെ, ടെം എന്താണ്? ഇലക്ട്രോൺ ബീങ് പാസ് ത്രൂ തിൻ സാമ്പിൾ. എന്നാൽ സെമ്മിൽ എന്താണ്? അങ്ങനെ സാമ്പിൾ പ്രത്യേകിച്ച് തിന്നാവണമെന്നൊന്നുമില്ല. നമ്മൾ ടെമ്മില് സ്പെഷ്യൽ ഡിവൈസസ് യൂസ് ചെയ്താൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ എന്താണ് റേസർ ഗ്ലാസസ് അല്ലെങ്കിൽ ഡയമണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ അൾട്രാ തിൻ സാമ്പിൾ ആക്കി മാറ്റും. എന്നാൽ സെമ്മിൽ എന്താണ്? ഇലക്ട്രോൺ ബീം സ്കാൻ ഓവർ ദ സർഫസ് ഓഫ് സാമ്പിൾ. സാമ്പിളിന്റെ എന്താണ്? ഓവർ ദ സർഫസ് ആണ് ഇലക്ട്രോൺ ബീം സ്കാൻ ചെയ്യുന്നത്. ദെൻ ടെമ്മിൽ എന്താണ്? സ്പെഷ്യലി പ്രിപ്പയർഡ് തിൻ സാമ്പിൾസ് ആർ സപ്പോർട്ടഡ് ഓൺ ടെം ഗ്രിഡ്സ്. Then sample can be thickness and is mounted on an
അലുമിനിയം സ്റ്റെപ്പ്. ഓക്കെ, സ്പെഷ്യലി പ്രിപ്പയർഡ് സാമ്പിൾസ് ആർ സപ്പോർട്ടഡ് ഓൺ ഒരു ടെം ഗ്രിഡ്സിലാണ് ഈ സാമ്പിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ എന്താണ്, സാമ്പിൾ ക്യാൻ ബി എനി തിക്നെസ് ആൻഡ് ഈസ് മൗണ്ടഡ് ഓൺ അലുമിനിയം സ്റ്റെപ്പ്. ഇവിടെ സാമ്പിൾ ഏത് തിക്നെസ്സും പറ്റും, ഒരു അലൂമിനിയം സ്റ്റെപ്പിലാണ് നമ്മൾ ഇതിനെ മൗണ്ട് ചെയ്യും. സ്പെസിമെൻ സ്റ്റേജ് ഹാഫ് വേ ഡൗൺ കോളം, അതായത് നമ്മുടെ ഒരു ടെമ്മ് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഒരു സെന്ററിലാണ് നമ്മൾ സ്പെസിമെന് വെക്കുക. എന്നാൽ സ്റ്റെമ്മിൽ എന്താണ്, സ്പെസിമെൻ സ്റ്റേജ് ഇൻ ദ ചേംബർ അറ്റ് ദ ബോട്ടം ഓഫ് ദ കോളം, ഏറ്റവും ബോട്ടം പാർട്ടിലാണ്, കോളത്തിന്റെ ആ ബോട്ടം പാർട്ടിലാണ് നമ്മൾ സ്പെസിമെൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഇമേജ് ഷോൺ ഓൺ ഫ്ലൂറസെന്റ് സ്ക്രീൻ, സെമ്മിൽ എന്താണ്, ഇമേജ് ഷോൺ ഓൺ എ TV മോണിറ്റർ. ഓക്കെ, then image is a two-dimensional projection of the sample. Two-dimensional projection of sample ആണ് ടെമ്മില്. എന്നാൽ സെമ്മിൽ എന്താണ്, ഇമേജ് ഈസ് ഓഫ് ദ സർഫസ് ഓഫ് ദ സാമ്പിൾ. ഓക്കെ, എന്താണ് സെമ്മിൽ നമ്മൾ പറഞ്ഞു 3 dimensional ആണ്. ഓക്കെ, സാമ്പിളിന്റെ സർഫസ് ഒന്നാകെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ടെം എന്താണ്, 2 dimensional ആണ്. അപ്പൊ ഇത്രയും ഡിഫറൻസ് ആണ് സെമ്മും ടെമ്മും തമ്മിലുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു. ദെൻ അതിന്റെ ഡിഫറെന്റ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അതിൽ സ്റ്റെം. ഓക്കെ, ദെൻ അതിൽ ഇപ്പോ നമ്മൾ ടെമ്മും സെമ്മും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സ്റ്റെം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ സ്റ്റെം. ഓക്കെ, അപ്പൊ ഈ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഓർ സ്റ്റെം കമ്പൈൻസ് ദ capabilities of both the SEM and TEM. അപ്പോ ഈ സെമ്മിന്റെയും ടെമ്മിന്റെയും രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ സ്റ്റെം എന്ന് പറയുന്നത്. ദ ഇലക്ട്രോൺ ബീം ഈസ് ട്രാൻസ്മിറ്റഡ് അക്രോസ് ദ സാമ്പിൾ ടു ക്രിയേറ്റ് ആൻ ഇമേജ് while it also scan a small region of the sample. അതായത് നമ്മുടെ സാമ്പിളിലൂടെ ഈ ഇലക്ട്രോൺ ബീം പാസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് കിട്ടും. അതുപോലെ തന്നെ ഈ സാമ്പിളിന്റെ സർഫസും കൂടി സ്കാൻ ചെയ്തിട്ട് നമുക്ക് രണ്ടും, അപ്പോ അതായത് ടെമ്മിന്റെയും സെമ്മിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു ടോട്ടൽ ആയിട്ട് പറയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. Electron microscope is being used today in research laboratories around the world to explore the molecular mechanism of disease. അതായത് മോളിക്കുലാർ മെക്കാനിക്സിലെ ടു വിഷ്വലൈസ് ദ 3D സ്ട്രക്ചേഴ്സ് ഓഫ് ടിഷ്യൂസ് ആൻഡ് സെൽസ്. നമ്മുടെ ടിഷ്യൂസിന്റെയും സെൽസിന്റെയും ഒക്കെ 3D സ്ട്രക്ചേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. ഫോറൻസിക് സയൻസ് യൂസ് ചെയ്യും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ടു അനലൈസ് ക്രിമിനൽ എവിഡൻസ് സച്ച് ആസ് ഗൺഷോട്ട് റെസിഡ്യൂസ്, ക്ലോത്തിങ് ഫൈബേഴ്സ്, ദെൻ സോയിൽ സാമ്പിൾസ്. ഓക്കെ, അപ്പൊ ഫോറൻസിക്കലി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോളിക്കുലാർ മെക്കാനിക്സിൽ അതായത് നമ്മുടെ ഡിസീസ് ഡിസ്കവറിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനോർഗാനിക് പാർട്ടിക്കിൾസ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഇൻക്ലൂഡിങ് സോയിൽ, കോൾ, സിമെന്റ്, ഫ്ലൈ ആഷ്. അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ളതും ഇനോർഗാനിക് ആയിട്ടുള്ളതും ഒക്കെ എല്ലാ മെറ്റീരിയലിനെയും നമുക്ക് ഇത് വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. ക്യാൻ ബി അനലൈസ്ഡ് ടു പ്രൊവൈഡ് മോർ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമ്പാക്ട് ഓഫ് വേസ്റ്റ് പൊല്യൂഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഹെൽത്ത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പൊ വേസ്റ്റ് പ്രിവെൻഷൻ മെത്തേഡ്സിലും അതിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അതായത് എൻവിയോൺമെന്റിനും ഹെൽത്തിനൊക്കെ ഈ വേസ്റ്റ് പൊല്യൂഷന്റെ ഇമ്പാക്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ബ്ലഡ് ആൻഡ് ടിഷ്യൂ സാമ്പിൾസ്. ഓക്കെ, അപ്പോ എന്താണ് മെഡിക്കൽ ഫീൽഡില്, പിന്നെ നമ്മുടെ എൻവിയോൺമെന്റൽ പൊല്യൂഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ എന്താണ് മോളിക്കുലാർ മെക്കാനിക്സിലെ നമ്മൾ ഡിസീസ് ഡിസ്കവറി, ദെൻ ഫോറൻസിക് സയൻസ്. അപ്പൊ ഒരുപാട് മേഖലകളിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. മൈക്രോസ്കോപ്പ് 2 ടൈപ്സ് ആണ്, ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ടൈപ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ.
ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടോപ്പിക്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ.